എല്ലാവർക്കും മന്ത്രകോടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അയ്യനാപുരം അഥവാ അയൻപുരം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അയ്യനാപുരം അഥവാ അയൻപുരം പിതാവിന്റെ ആജ്ഞപ്രകാരം പെറ്റമ്മയുടെ തലവെട്ടി വീഴ്ത്തിയ പരശുരാമൻ എന്ന അവതാര പുരുഷൻ തപസ് ചെയ്ത സ്ഥലമാണ് അയനാപുരം. തമിഴ്നാട്ടിലെ ആവടി വീതിയിൽ ബസ്സിറങ്ങി അയനാപുരത്തെത്താവുന്നതാണ്. തല വെട്ടിയത് അച്ഛനായ ജമദഗ്നി മുനിയുടെ ആജ്ഞപ്രകാരം ഉടലും തലയും വേർപെട്ട് കിടക്കുന്ന മാതാവിനെ ജീവിപ്പിക്കണമെന്നുള്ള വരം ചോദിച്ച പരശുരാമനു രേണുകയെ ജീവിപ്പിച്ചു കൊടുക്കാൻ ജമദഗ്നി മുനിക്ക് കഴിഞ്ഞു. അമ്മയെ കൊന്ന പാപം തീർക്കാൻ പരമശിവനെ തപസ് ചെയ്യണം. അതിനുവേണ്ടി കണ്ടെത്തിയ സ്ഥലമാണ് ചെന്നൈക്കടുത്തുള്ള അയ്യനാപുരം, ഇന്ന് അയൻപുരം എന്നും അറിയപ്പെടുന്നു. പരശുരാമൻ ഈശ്വരനായ ശിവനെ തപസ് ചെയ്തതിനാൽ പരശുരാമീശ്വർ എന്നും ഭക്തന്മാർ ഈ സ്ഥലത്തെ പറഞ്ഞു പോരുന്നു. അങ്ങനെയാണ് ചിങ്കേശ്വരർ എന്ന പേര് വീണത്. ഇവിടുത്തെ ക്ഷേത്രം ലിംഗേശ്വര ക്ഷേത്രമാകുന്നു. പരശുരാമൻ പ്രതിഷ്ഠ സ്ഥാപിച്ചു ശിവനെ പ്രത്യക്ഷനാക്കി. 5 നിലയുള്ള ഉയർന്ന രാജഗോപുരം, 43 അടി ഉയരം, ചിത്രഭംഗിയും വർണ്ണവിന്യാസവും തിരിച്ചറിയുന്ന പ്രൗഢവും മനോഹരവുമായ രാജഗോപുരം തീർത്ഥാടകരെ വരവേൽക്കുന്നു. റോഡിന്റെ മറുപുറത്താണ് ബ്രഹ്മതീർത്ഥം. ഈ തീർത്ഥക്കുളം ക്ഷേത്രം വകയാണ്. പരശുരാമൻ ഇവിടെ ഭഗവാനെ നിത്യവും പൂജിക്കുക പതിവായിരുന്നു. പൂജയ്ക്ക് മുൻപ് അദ്ദേഹം ബ്രഹ്മതീർത്ഥ കുളത്തിൽ കുളിച്ച് അംബികയെ ഓർത്ത് വണങ്ങുന്നു. അന്നപൂർണി എന്നായിരുന്നു പൂജാസമയത്ത് അദ്ദേഹം ജപിച്ചിരുന്നത്. അങ്ങനെ ഭഗവതിയെ വിളിച്ച് കൈക്കുമ്പിൾ നീട്ടി ഭക്തിപൂർവം നിൽക്കുമ്പോൾ സാക്ഷാൽ ശിവഭഗവാൻ അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ വരുമായിരുന്നു. അദ്ദേഹം ശിവന് നൈവേദ്യം അർപ്പിക്കുക പതിവായിരുന്നു. ഈ ഭാഗം സ്ഥലപുരാണത്തിലുമുണ്ട്. അന്നപൂർണി തീർത്ഥം എന്ന പേര് വന്നതും അങ്ങനെയാണ്. ഗോപുരം കടന്ന് മുന്നോട്ട് വന്നാൽ കൊടിമരവും ബലിപീഠവും കാണാം. തുടർന്ന് നന്ദിദേവനെ ദർശിക്കുന്നു. വലതുവശത്ത് മഹാഗണപതിയും ഇടതുവശം ബാലമുരുകനുമാണ്. മൂലവിഗ്രഹലിംഗം പരശുരാമ സങ്കല്പമാണ്. ഈ ലിംഗം മണൽക്കല്ലിൽ തീർത്തിരിക്കുന്നു. ഇളനീരും പനിനീരും മാത്രമാണ് അഭിഷേകം. തന്മൂലമായിരിക്കും മൂർത്തിയെ തീണ്ട തിരുമേനിയായി കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ബിംബം ചതുരാകൃതിയിലാണ്. ചോഴരുടെ കാലത്ത് കരിങ്കല്ലിൽ തീർത്ത ലിംഗമാണ്. മഹാമണ്ഡപത്തിലാണ് ശിവകാമിയമ്മ ദർശനമരുളുന്നത്. ഇവിടെ മുരുകനാണ് ബ്രഹ്മശാസ്താവ്. മുരുകവേഷങ്ങളിലൊന്നാണ് ബ്രഹ്മശാസ്ത. തെക്ക് ദർശനമാണ്. 4 കൈകളും 4 അടി ഉയരത്തിൽ നിൽക്കുന്ന നിലയിലാണ്. മേൽ വലതു കൈയിൽ അക്കമാലയും ഇടതു കൈയിൽ കമണ്ഡലവും കീഴ്വലം കൈയിൽ അഭയമുദ്രയും ഇടതുകരം തുടമേലും വെച്ച് ഭംഗി എന്ന ചൊല്ലിനൊരു വസ്തുവായി മുരുകൻ ദർശനം നൽകുന്നു. അതിനടുത്ത സന്നദ്ധിയിലാണ് ഉത്സവമൂർത്തി. തുടർന്ന് പുറംവാതിൽ തേവാര തിരുവാചകം പാടിയ 4 പേരും ഭഗവാനെ നോക്കി ദർശനം അരുളുന്നു. ഇവിടെ പുറം പ്രകാരത്തിലാണ് അമ്മ സന്നിധി 4 തൃക്കൈകളുമായി നിൽക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. കിഴക്ക് ദർശനമായി നിന്നാണ് അമ്മ അംബിക അനുഗ്രഹം നൽകുന്നത്. പ്രധാന ഗോപുരം ആനയുടെ പിൻഭാഗം പോലെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഗോപുരത്തെ പൃഷ്ഠവിമാനം എന്ന് പറയുന്നത്. ചോഴകാലത്താണ് ഈ ഗോപുരം നിർമ്മിച്ചത് എന്നും ചരിത്രകാരന്മാർ പറയുന്നു. ഗോഷ്ഠിയുള്ള നർത്തന ഗണപതി, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ദുർഗാദേവി,
ചണ്ഡേശ്വരൻ എന്നിവരും അനുഗ്രഹിക്കുന്നു. ദേവന്മാരുടെ വേമ്പും അരശും ബലിപ്രാകാരത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അതിനിടയിലാണ് നാഗശിലകൾ. പിന്നിൽ സ്വയംഭൂവായ വിനായകരുടെ പ്രത്യേക സന്നദ്ധി. എതിർവശത്ത് മൂഷിക വാഹനമാണ്. വടക്ക് പ്രാകാരത്തിൽ പട്ടീശ്വരർ ദർശനം നൽകുന്നു. വടക്ക് കിഴക്ക് ഭാഗത്താണ് കാലഭൈരവൻ. തൊട്ടടുത്താണ് നവഗ്രഹ സന്നദ്ധി. ഗോപുരവാതിലിന് ഇരുവശവും സൂര്യനും ചന്ദ്രനും. ക്ഷേത്രവൃക്ഷം കൂവള മരമാണ്. കൊടിമരത്തിനരികിൽ നമസ്കരിക്കുന്നു. ക്ഷേത്രത്തിന് വിജയവിനായകർ പിതാവിനെ നോക്കിയിരിക്കുന്നത്. അക്ഷയ തൃതീയ ദിവസം ശനീശ്വരൻ അക്ഷയ പുരീശനെ വാഴ്ത്തുന്നു എന്നും ഐതിഹ്യമുണ്ട്. സ്ഥൂല സൂക്ഷ്മ രൂപത്തിലായിരിക്കും ഈ വാഴ്ത്തൽ. അക്ഷയ തൃതീയ ദിവസം സ്വർണം, വെള്ളി, വൈരം തുടങ്ങിയ ആഭരണങ്ങൾ വാങ്ങി അക്ഷയ പുരീശന്റെ മുൻപിൽ അഭിഷേകം, ആരാധന തുടങ്ങിയവ നടത്തുന്നു. ഇങ്ങനെയുള്ളവർക്ക് ധനം വർദ്ധിക്കുമെന്നും ശനിയുടെ ദോഷങ്ങൾ ഏൽക്കില്ല എന്നും വിശ്വസിക്കുന്നു. ദേവനും ദേവിക്കും എവിടെയായാലും വിശേഷാൽ പൂജകളും ആരാധനകളും നടത്തുന്നവർക്ക് ഐശ്വര്യവും ഭക്തിയും വർദ്ധിക്കുന്നതോടൊപ്പം ധനലക്ഷ്മിയുടെ അനുഗ്രഹവും ഉണ്ടാകുമെന്നും വിശ്വസിച്ചു വരുന്നു. അതോടൊപ്പം സരസ്വതി കടാക്ഷം ലഭിച്ച് പഠിപ്പും ഉദ്യോഗവും കച്ചവടവും മറ്റും അനുഗ്രഹീതമായി പുരോഗമിക്കുമെന്ന് കരുതുന്നു. ഇതേ ദിവസം അക്ഷയപുരീശ്വരന്റെ ആരാധനയ്ക്ക് കൂടുതൽ സവിശേഷതയായി കണ്ടുവരുന്നു. അന്നേ ദിവസം ചന്ദനക്കാപ്പിൽ മുത്തുപതിച്ച് ആരാധിക്കുകയും ചെയ്യുന്നു.